ആയുർപദ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ ഡെസ്പാച്ച് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ പല രീതിയിലാണ് ഡെസ്പാച്ച് ചെയ്യാറ്. സിംഗിൾ പ്രോഡക്റ്റിൻ്റെ ഡെസ്പാച്ച് ഒരു ദിവസം കോമ്പിനേഷൻ ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഹെയർ കെയറിൻ്റെ കിറ്റായിട്ട് അല്ലെങ്കിൽ ഹെയർ ഓയിൽ ഷാമ്പൂ കോമ്പിനേഷൻസ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മറ്റൊരു ദിവസവുമായിട്ടാണ് ഡെസ്പാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡെസ്പാച്ചിന് വരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുങ്കുമാതി ഫേസ് സിറം ആണ് കേട്ടോ. 3-4 തുള്ളി കുങ്കുമാതി ഫേസ് സിറം കയ്യിലെടുത്ത ശേഷം നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുള്ള ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എത്ര നേരത്തേക്കാണ് ഇനി ഈ ഫേസ് സിറം അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാഫ്രോൺ തന്നെയാണ് കേട്ടോ. അതുകൂടാണ്ട് വില്വം, അഗ്നിമന്ദ, ഗംഭീര, ശോനാകം, പാടല, ബൃഹതി, ശാലിപർണി, പൃഷ്ണിപർണി, കണ്ടകാരി, ഗോക്ഷൂര, ലാക്ഷ, ഇരട്ടിമധുരം, അതുപോലെ മഞ്ചിഷ്ട എന്ന് വേണ്ട ധാരാളം ഇൻഗ്രീഡിയൻസ് വേറെയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കുങ്കുമാതി ഫേസ് സിറം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ റേഡിയൻ്റ് ആക്കി വെക്കാൻ, നല്ലൊരു ഗ്ലോ തരാനായിട്ട്, സ്കിന്നിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ്, ടാനിങ്സ്, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കൂടാണ്ട് ഫേസിൽ നല്ലൊരു ഗ്ലോ വരാനും, അതുപോലെ പ്രായമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് സിറം ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കുങ്കുമാതി ഫേസ് സിറം. ആയുർപദ്മയെ സംബന്ധിച്ചിടത്തോളം 3 വർഷമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ പ്രോഡക്റ്റിന് ധാരാളം റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്, ഒത്തിരി പേരുടെ പേഴ്സണൽ ഫേവറേറ്റുമാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ. അടുത്തത് നാൽപ്പാമ്രാതി ബോഡി ഓയിലാണ്. നാൽപ്പാമ്രാതി ഓയിൽ എല്ലാവർക്കും പരിചിതമായതാണ് അല്ലേ. പണ്ട് മുതലേ എല്ലാവരും ദേഹത്തെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ചർമ്മം സംരക്ഷിക്കാനായിട്ടുമൊക്കെ ഉപയോഗിച്ച് പോരുന്ന ഒരു ഓയിലാണ് നാൽപ്പാമ്രാതി ബോഡി ഓയിൽ. ഇതിൽ അത്തി, ഇത്തി, പേരാല്, അരയാല്, കസ്തൂരി മഞ്ഞൾ, കടുക്ക, നെല്ലിക്ക, താമിക്ക, ചന്ദനം, മഞ്ചിഷ്ട, രാമച്ചം മുതലായിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. എള്ളെണ്ണയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ഓയിലാണ് നാൽപ്പാമ്രാതി ബോഡി ഓയിൽ. ഇന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ കേട്ടോ. കോമ്പിനേഷനായിട്ടും ഈ ഓയിൽ വിത്ത് ഷാംപൂ സീറം ഒക്കെ ആയിട്ടും നമ്മൾ സെല്ല് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് സിംഗിളായിട്ട് ഓയിൽ മാത്രം ഓർഡർ ചെയ്തവരുടെ പ്രോഡക്റ്റ് സെല്ലിംഗ് ആണ് നടക്കുന്നത് കേട്ടോ. കോംബോ ആയിട്ടുള്ളത് വേറൊരു ദിവസമാണ് അയക്കുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അന്നത്തെ പ്രോഡക്റ്റുകളുടെ ഡെസ്പാച്ച് ഡീറ്റെയിൽസ്. കോക്കനട്ട് ഓയിലാണ് ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാനിവിടെ പറയാമല്ലോ. ഒന്നാണ് ആര്യവേപ്പിൻ്റെ ഇല. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുള്ള ഒന്നാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക ഒക്കെ ചേർത്തിട്ടുണ്ട്, വിടങ്ങം ചേർത്തിട്ടുണ്ട്, മഞ്ചിഷ്ട ചേർത്തിട്ടുണ്ട്, ദാരുഹരിദ്ര ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏലക്കായ, ലവംഗം, നാഗകേസരം, ലോധ്ര, ധാന്യക, വജ മുതലായിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇത് സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്, റാഷസ്, അതുപോലെ ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ധാരാളം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിലുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ ഉള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഡാൻഡ്രഫായിട്ട് ഫൈറ്റ് ചെയ്യും, ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ലപോലെ നറിഷ് ചെയ്യാൻ, ഹെയറിനെ വിറ്റലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്തത് നമ്മുടെ മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളിൽ ഒന്നായിട്ടുള്ള ബീട്രൂട്ട് ലിപ് ബാം ആണ്. ബീട്രൂട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. വൈറ്റമിൻ സിയുടെ കലവറയാണ് ബീട്രൂട്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ബീട്രൂട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ബീട്രൂട്ട് എക്സ്ട്രാക്ട് തീർച്ചയായിട്ടും ലിപ്പിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ബീട്രൂട്ട് ലിപ് ബാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലിപ്സിലുള്ള പിഗ്മെൻറ്റേഷൻസിനെ മാറ്റാനും, നമ്മുടെ ലിപ്പിൻ്റെ നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ നല്ലൊരു സൺ പ്രൊട്ടക്റ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിലുള്ള ആൽമണ്ട് ഓയിൽ സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടറായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം ഇതിൽ പശുവിൻ്റെ നെയ്യ്, അതുപോലെ തന്നെ ഷിയ ബട്ടർ, കോക്കനട്ട് ഓയിൽ മുതലായിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ലിപ്സിനെ നല്ലപോലെ മോയ്സ്ചർ ചെയ്യാനും, കളർ മെയിൻറ്റെയിൻ ചെയ്യാനും, ഡ്രൈ ലിപ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ചുണ്ടുകളെ രക്ഷിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ചുണ്ടുകളുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബീട്രൂട്ട് ലിപ് ബാംസ്. ഇത് കൂടാണ്ട് നമുക്ക് വേറെയും ലിപ് ബാംസ് ഉണ്ട് കേട്ടോ. മഞ്ചിഷ്ട,
റോസ് ലിപ് ബാംസ്, അതുപോലെ തന്നെ ഷിയ ബട്ടർ ലിപ് ബാംസ്, ചോക്ലേറ്റ് ലിപ് ബാംസ്. എന്നാലും പലർക്കും ഇഷ്ടം ബീട്രൂട്ട് ലിപ് ബാമാണ്. ബീട്രൂട്ട് ലിപ് ബാമിന് ചെറിയൊരു മെറൂൺ ടിൻറ്റ് കളർ ഉള്ളത് കൊണ്ടായിരിക്കാം പലർക്കും ഈ ഒരു ലിപ് ബാം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത്. ഇന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേബീസ് നാൽപ്പാമരാതി ഗോട്ട് മിൽക്ക് സോപ്പാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. ഇതിൽ നാൽപ്പാമരാതി കഷായം വെച്ച് ആ കഷായം ചേർത്ത് ആട്ടുംപാലും ചേർത്ത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു സോപ്പാണ്. കുട്ടികളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നാൽപ്പാമരാതി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ് ഗോട്ട് മിൽക്ക് സോപ്പ്. ഇത് ആട്ടുംപാൽ ചേർത്ത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ള കുട്ടികളുടെ ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ. ടോയ് സോപ്പ് എന്നും ഇതിന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഈ 2 സോപ്പും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം ഓർഡറുകൾ വരാറുമുണ്ട്. അപ്പോൾ ഗോട്ട് മിൽക്ക് സോപ്പാണെങ്കിലും നാൽപ്പാമരാതി ഗോട്ട് മിൽക്ക് സോപ്പാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നാൽപ്പാമരാതി കഷായം സോപ്പാണ് കേട്ടോ. സ്കിൻ ഇഷ്യൂസ് നേരിടുന്ന ആളുകൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോപ്പാണ് നാൽപ്പാമരാതി കഷായം സോപ്പ്. സ്കിന്നിൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒത്തിരി ഹെവി ആയിട്ടുള്ള സോപ്പൊന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പാണ് നമ്മളിപ്പോൾ ഈ കണ്ട നാൽപ്പാമരാതി കഷായം സോപ്പ്. അടുത്തതായിട്ട് നാൽപ്പാമരാതി കഷായം ഗോട്ട് മിൽക്ക് സോപ്പ് ഫോർ അഡൾട്ട് ആണ്. ഇത് വലിയ ആളുകളുടെ ചർമ്മത്തിന് സ്യൂട്ടാവുന്ന ഡ്രൈനെസ് അകറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ നാൽപ്പാമരാതി കഷായം വെച്ച് ആ കഷായവും ആട്ടിൻപാലും ചേർത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഗോട്ട് മിൽക്ക് സോപ്പും നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഗോട്ട് മിൽക്ക് സോപ്പ് പൊതുവേ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ സ്കിൻ നല്ലപോലെ ബ്രൈറ്റർ ആയിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടേഴ്സ്, ആക്നെ സ്കാർസ് ഒക്കെ കുറയുകയും ചെയ്യും കേട്ടോ. മെലാസ്മ ഉള്ളവർക്കും ഗോട്ട് മിൽക്ക് സോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്കളറേഷൻസ് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗോട്ട് മിൽക്ക് സോപ്പ്. അതുപോലെ തന്നെ ഡ്രൈനെസ് ഉള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഗോട്ട് മിൽക്ക് സോപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്, ഏജിങ് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ അത് മാറാനും ഈ ഒരു നാൽപ്പാമരാതി ഗോട്ട് മിൽക്ക് സോപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സോപ്പ് തന്നെയാണ് ഇത്. അടുത്ത പ്രൊഡക്റ്റ് നോക്കിയാലോ. അടുത്തത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്റ്റാണ് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ജെല്ല്. ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ജെല്ലും ക്രീമും അതുപോലെ തന്നെ ഓയിലും ഒക്കെ നമ്മുടെ ആയുർ പത്മയിൽ അവൈലബിൾ ആണ്. എന്നാലും ഇന്ന് നമ്മൾ ഡെസ്പാച്ച് ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ജെല്ലിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു മസാജിങ് ജെല്ലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നറിഷിങ് പ്രോപ്പർട്ടി ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്രസ്റ്റ് ടിഷ്യൂസിനെ നറിഷ് ചെയ്യുകയും ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആഫ്റ്റർ ബാത്ത് ബ്രസ്റ്റ് മസാജിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്റ്റാണ് ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ജെല്ല്. നമ്മുടെ കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അശ്വഗന്ധ മുതലായിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസ് കഷായമാക്കി ആ കഷായം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ജെല്ലാണ് ഈ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് ജെല്ല്. ഹെയർ കെയറിങ്ങിൻ്റെ ഭാഗത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാംപൂ ആണ് ഗോൾഡൻ ഷാംപൂ. ഗോൾഡൻ ഷാംപൂവിൽ ധാരാളം ഹെർബൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റീത്ത പൗഡർ, ഷിക്കാക്കായി, അതുപോലെ തുളസി, ചെമ്പരത്തി, ഭൃംഗരാജ എന്ന് വേണ്ട ധാരാളം ഹെയർ ടിഷ്യൂസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന, ഹെയറിനെ വിറ്റിലൈസ് ചെയ്യുന്ന, ന്യൂ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് കഷായം പ്രിപ്പയർ ചെയ്ത് ആ കഷായം കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഷാംപൂ ആണ് നമ്മൾ ഗോൾഡൻ ഷാംപൂ. എസ്എൽഇഎസ്, പാരബൻ പോലുള്ള ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മുടെ ഈ ഷാംപൂവിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫോർമുലേഷൻസ് ആണ്. അതുപോലെ തന്നെ ഹെർബൽ പവർ ഹൗസ് എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. ധാരാളം ഹെർബ്സിൻ്റെ ഒരു ഫോർമുലേഷനാണ്. ഇപ്പോൾ ഉദാഹരണം ഇതിൽ അടങ്ങിയിട്ടുള്ള നെല്ലിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ന്യൂ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഭൃംഗരാജ. ഇപ്പോൾ ഭൃംഗരാജയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഭൃംഗരാജ. ലോട്ടസ് ഹെയർ ഓയിലിൻ്റെ കൂടെ മഞ്ചിഷ്ട ഷാമ്പൂവിന് പകരമായിട്ടും നമുക്ക് ഗോൾഡൻ ഷാമ്പൂ പെയർ ചെയ്യാവുന്നതാണ്. ഇൻഡിഗോ ഓയിലിൻ്റെ കൂടെയും നമുക്ക് ഗോൾഡൻ ഷാമ്പൂ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോമ്പിനേഷൻസ് ആയിട്ടുള്ളതല്ല, സിംഗിൾ പ്രോഡക്റ്റ്സ് ആണ് സെല് ചെയ്യുന്നത്. ഇതെല്ലാം
അല്ലാതെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സ്കിന്നിലുള്ള ഇഷ്യൂസ് എല്ലാം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ട് ആവുന്ന, ഏറ്റവും ബെനിഫിഷ്യൽ ആകുന്ന പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.